ഹലോ ഗായ്സ്, നമുക്കിന്ന് ഒരു അരപ്പട്ടി ഉണ്ടാക്കിയാലോ? കുറച്ച് സമയം പോകുന്നതെന്ന് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഒരുപാട് പൈസ കുറവിനും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു അരപ്പട്ടി ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ ഫാൻ മേടിച്ചപ്പോൾ കിട്ടിയൊരു കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ടാണ്. കുറച്ച് നീളമുള്ള കാർഡ്ബോർഡ് ആണെങ്കിൽ നല്ലതായിരിക്കും. ഫസ്റ്റ് നമുക്ക് ഇത് ആർക്കാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതെന്ന് വെച്ചാൽ ആളുടെ അളവെടുത്തതിന് ശേഷം നമുക്കത് ഈ കാർഡ്ബോർഡിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു വട്ടത്തിലുള്ളൊരു അടപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. ഇല്ലെങ്കിൽ കോമ്പസ് ആയാലും മതി കേട്ടോ. എന്നിട്ട് ആ ഒരു സർക്കിളിൻ്റെ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവേണ്ടെന്ന് തോന്നുന്നു ഞാൻ പറയുന്നതിനേക്കാളും വീഡിയോ കാണുമ്പോൾ. ആദ്യം വരച്ച സർക്കിളിനേക്കാളും കുറച്ചും കൂടെ ചെറിയ സർക്കിൾ വേണം അടുത്തത്. അപ്പോൾ നമുക്ക് ചെറിയ മൂടി എടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഇപ്പം നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് എത്രയാണോ അതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഞാനൊരു ഏകദേശം അളവാട്ടോ എടുക്കുന്നത്. ഇതുപോലെ സർക്കിൾ വരച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ലൈൻസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ആ സർക്കിൾസിൻ്റെ ഇടയിൽ ഇട്ടേക്കുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് 1 ഇഞ്ചാണേ. ഇനി നമുക്കിത് വീഡിയോയിൽ കാണുന്നത് പോലെ വരച്ചു കൊടുക്കാം. അത്ര നീറ്റായിട്ടൊന്നും വരച്ചു കൊടുത്തില്ലെങ്കിലും നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സിസേഴ്സ് വെച്ചിട്ടാണ് ആദ്യം കട്ട് ചെയ്തത്. അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി, കാരണം എൻ്റെ സിസേഴ്സ് ഭയങ്കര ചെറുതായതുകൊണ്ട് കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. പിന്നീട് ഞാൻ ബ്ലേഡ് യൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ ബ്ലേഡ് യൂസ് ചെയ്തപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുമായിരുന്നു. അത് നമുക്കിനി ഇത് കംപ്ലീറ്റ്ലി ഫുള്ളായിട്ട് ഇതിൻ്റെ നമ്മൾ വരച്ചെടുത്ത പോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ കുഞ്ഞു മക്കളൊക്കെയാണ് ഇത് ചെയ്ത് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ബ്ലേഡ് യൂസ് ചെയ്യേണ്ട കേട്ടോ, കാരണം നമ്മുടെ കൈ മുറിയില്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അച്ഛനോടോ അമ്മയോടോ ഒക്കെ ഒന്ന് ഹെൽപ്പ് ചോദിക്കാം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് ഇതുപോലെ ആക്കാം. ഇനി നമ്മുടെ കയ്യിലുള്ള ബീഡ്സും സ്റ്റോൺസൊക്കെ ഇതിനകത്തേക്ക് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഭയങ്കര ഈസിയാണ്. ഈ സ്റ്റിക്ക് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് ടൈം പോകുന്ന കാര്യമാണ്, എന്നാലും ലാസ്റ്റ് റിസൾട്ട് അടിപൊളിയാണ്. നമുക്കത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഡാൻസൊക്കെ കളിക്കുന്ന കുട്ടികൾക്കും അതുപോലെ ശ്രീകൃഷ്ണ ജയന്തിക്ക് കൃഷ്ണനും രാധയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം നല്ല തിളക്കമൊക്കെയാണ് കാണാൻ. നമ്മൾ നല്ല ഭംഗിയുള്ള ബീഡ്സൊക്കെയാണല്ലോ ഒട്ടിച്ച് കൊടുക്കുന്നത്. നമുക്ക് ഏത് കളർ ബീഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ മെയിൻലി യൂസ് ചെയ്തേക്കുന്നത് വൈറ്റ് കളറൊക്കെയാണ്. വൈറ്റും ഒരു ഗോൾഡനൊക്കെയാണ് എൻ്റെ കയ്യിൽ ഇതാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഗ്ലൂ എന്ന് പറയുന്നത് ഫാബ്രിക് ഗ്ലൂ ആണ് കേട്ടോ. ഇനി കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഈ ബീഡ്സും ഈ സ്റ്റോൺസൊക്കെ ഇതിനകത്തേക്ക് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നമുക്കിത് എല്ലായിടത്തും പ്രോഗ്രാംസിനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഒട്ടും അധികം ക്യാഷ് ഇല്ലാതെ നമുക്ക് ഇത് വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഓൺലൈനൊക്കെ ഇതുപോലത്തെ ഒരു അരപ്പട്ട നമ്മൾ വാങ്ങിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഒരു 600 റേഞ്ചൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്കിതിപ്പോൾ ബീഡ്സൊക്കെ കുറച്ച് വളരെ 10 രൂപയുടെ ബീഡ്സൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 6-7 പാക്കറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കഴിയും. പിന്നെ എല്ലാവരുടെയും വീട്ടിൽ ഈ കാർഡ്ബോർഡിൻ്റെ ഇതൊക്കെ ഉണ്ടാവും, വൈറ്റ് കളറ് ക്ലോത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റും. കുഞ്ഞുമക്കൾക്കൊക്കെ ഭയങ്കര രസമായിരിക്കും ഇത് ഒട്ടിക്കാന്നൊക്കെ പറയുന്നത്. നമുക്ക് ഒരുപാട് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നോക്കിയേ, എന്തൊരു ഭംഗിയാണല്ലേ കാണാനായിട്ട്. ഭയങ്കര ഭംഗിയാണ്. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് ക്ലോത്ത് യൂസ് ചെയ്തതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് വൈറ്റ് ക്ലോത്തിന് പകരം ഗോൾഡനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും. അത് നോക്കൂ, ഫൈനൽ റിസൾട്ട് നോക്കിയേ. ഞാനൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് സെറ്റ് ചെയ്തപ്പോൾ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ.